നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൊടുന്നനെ പുറത്തുവിട്ടത് CPM-ഉം പിണറായി സർക്കാർ നേരിടുന്ന പ്രശ്നങ്ങളിൽ നിന്നും ആരോപണങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാൻ എന്നും ആരോപണം ഉയരുന്നു. റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് വർഷം 4 കഴിഞ്ഞിരിക്കുന്നു. റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവിട്ടത് വിവാദങ്ങളിൽ നിന്നും ജനങ്ങളുടെയും മാധ്യമങ്ങളുടെയും ശ്രദ്ധ തിരിക്കാൻ മാത്രമാണ്. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട ദുരിതാശ്വാസ പിരിവുകളും അതിന്റെ മറവിലുള്ള തട്ടിപ്പുകളും വലിയ ചർച്ചകളാണ് ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പണം പിരിച്ച് അതിന്റെ മറവിൽ സർക്കാരിന്റെ പ്രതിസന്ധി തീർക്കാനുള്ള നീക്കങ്ങളുണ്ടെന്നും ജനങ്ങൾ ചിന്തിക്കുന്നുണ്ട്. വലിയ ഫണ്ടുകൾ ചിലരുടെയെങ്കിലും കൈകളിലേക്ക് വകമാറിപ്പോകുമെന്ന ആശങ്കയും നിലനിൽക്കുന്നു. ദുരന്തമുണ്ടായി ആഴ്ചകൾ പിന്നിട്ടിട്ടും മുണ്ടക്കൈ, ചൂരൽമല, അട്ടമല പ്രദേശങ്ങളിൽ നിന്ന് ഉയരുന്നത് വിലാപങ്ങളാണ്. ദിവസവും 300 രൂപ വെച്ച് നൽകുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിട്ട് മിക്കവർക്കും അത് നൽകുന്നുമില്ല. പുനരധിവാസം എന്ന് പറയുന്നതല്ലാതെ അതുമായി ബന്ധപ്പെട്ട ഒന്നും യുദ്ധകാലാടിസ്ഥാനത്തിലേക്ക് പോകുന്നുമില്ല. ഇപ്പോഴത്തെ ക്യാമ്പുകളിൽ നിന്ന് ഒഴിയേണ്ട അവസ്ഥയിലാണ് നാട്ടുകാർ. വാടകയ്ക്ക് വീട് കിട്ടാനില്ല. കിട്ടിയാൽ തന്നെ സർക്കാർ കണക്കിലുള്ള വളരെ കുറഞ്ഞ വാടകയ്ക്ക് ആരും വീട് നൽകുകയുമില്ല. വാടക കാശ് സർക്കാർ കൊടുക്കുമെന്ന് പറയുന്നതല്ലാതെ അതിലുമില്ല ഉറപ്പ്. 284 ദുരിതബാധിത കുടുംബങ്ങൾ ഇപ്പോഴും ക്യാമ്പുകളിലുണ്ട്. സർക്കാർ നിശ്ചയിച്ച 6000 രൂപയ്ക്ക് വീടുകൾ ലഭ്യമല്ലാത്തതും വീട്ടുടമകൾ മുൻകൂർ തുക ചോദിക്കുന്നതുമാണ് വാടക വീട് കിട്ടാൻ പ്രയാസമുണ്ടാക്കുന്നത്. അതിനിടെ ക്യാമ്പുകൾ വേഗത്തിൽ അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായി ബന്ധുവീടുകളിലേക്ക് മാറാൻ ഉദ്യോഗസ്ഥർ നിർബന്ധിക്കുന്നതായും ദുരിതബാധിതർ പറയുന്നു. ഇവയെല്ലാം ചർച്ചയായി തുടർന്നാൽ സർക്കാർ തന്നെ ബുദ്ധിമുട്ടിലാകും. പുനരധിവാസത്തിന് ചുരുങ്ങിയത് 2000 കോടിയെങ്കിലും വേണമെന്നാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് പറയുന്നത്. ദുരിതബാധിതർ 500 കുടുംബങ്ങളാണ്. 30 ലക്ഷം രൂപയ്ക്ക് വീട് പണിയാനും വീട്ടുപകരണങ്ങൾ നൽകാനും അത്യാവശ്യ വീട്ടുചെലവുകൾക്കുമുള്ള തുക നൽകാനും തകർന്ന റോഡ്, പാലം, സ്കൂൾ എന്നിവ നിർമ്മിക്കാൻ എല്ലാം കൂടി 550 കോടി രൂപ മതിയാകുമെന്ന് സാമ്പത്തിക വിദഗ്ധർ പറയുന്നുണ്ട്. പ്രമുഖ സാമ്പത്തിക വിദഗ്ധനും SBI ഉദ്യോഗസ്ഥനുമായ ആദികേശവനും ഇതുതന്നെയാണ് ചാനൽ ചർച്ചകളിലും മറ്റും പറയുന്നത്. വീട് വെക്കുവാൻ നിരവധി പേർ ഭൂമി വാഗ്ദാനം ചെയ്തിട്ടുമുണ്ട്. വീട് നൽകാമെന്ന് ഒട്ടനവധി പേർ ഉറപ്പു നൽകി കഴിഞ്ഞു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ഇപ്പോൾ തന്നെ 180 കോടിയോളം ലഭിച്ചും കഴിഞ്ഞു. ഈ വാഗ്ദാനങ്ങൾ ക്രോഡീകരിച്ച് അവരെ സമീപിക്കുകയും ദുരിതാശ്വാസ നിധി ഫലപ്രദമായി വിനിയോഗിക്കുകയും ചെയ്താൽ പുനരധിവാസത്തിനുള്ള ഫണ്ട് പ്രശ്നമേ അല്ല എന്നിരിക്കുകയാണ് തുക പെരുപ്പിച്ച് കാട്ടി ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രചരണം നടത്തുന്നത്. കേന്ദ്രം ഒന്നും നൽകുന്നില്ല എന്നും നൽകിയില്ല എന്നും പറയുന്നുണ്ടെങ്കിലും കേന്ദ്രം നാശനഷ്ടത്തിന്റെ കണക്ക് കൃത്യമായി പറയാൻ പറഞ്ഞിട്ട് അതുപോലും പറയാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. സർക്കാർ ഉദ്യോഗസ്ഥരുടെയും മറ്റും ശമ്പളം പിടിക്കുന്നുമുണ്ട്. അത് വേറെ അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കുകയും ചെയ്യുന്നുണ്ട്. പലയിടങ്ങളിലും പാർട്ടിക്കുള്ള വിഭാഗീയതയും ശക്തമാകുന്നുണ്ട്. കാഫിർ വിവാദം പാർട്ടിയെ തിരിഞ്ഞുകൊത്തുന്ന അവസരമാണിപ്പോൾ. നിരവധി പേരാണ് ഇപ്പോൾ നടപടികൾ നേരിടുന്നത്. അഴിമതി, ലൈംഗിക ആരോപണങ്ങൾ പാർട്ടിയിലെ പല നേതാക്കൾക്കുമെതിരെ നിത്യേന എന്നവണ്ണം ഉയരുന്നുമുണ്ട്. പാർട്ടി ഒറ്റക്കെട്ടാണെന്ന് പുറത്തു പറയുമെങ്കിലും അകത്ത് വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ് ഉണ്ടാകുന്നത്. എണ്ണമറ്റ അഴിമതി ആരോപണങ്ങൾ മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ ഉയരുന്നു. അങ്ങനെയുള്ള സമയത്താണ് ഈ ഗുരുതര പ്രശ്നങ്ങളെല്ലാം മൂടിവെക്കാൻ വേണ്ടി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവിടുന്നത് എന്നതാണ് യാഥാർത്ഥ്യമെന്നും ജനങ്ങൾ പറയുന്നുണ്ട്. ഏതായാലും ഒരു കാര്യം വ്യക്തമാവുകയാണ്, ഈ ഉരുൾപൊട്ടലും സർക്കാർ പണമുണ്ടാക്കാനുള്ള മാർഗമായി ഉപയോഗിക്കാനുള്ള സാധ്യതകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്.